സ്റ്റുഡൻറ്, ഹിസ്റ്ററി ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ നോക്കിയത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതും തുടർന്ന് ഇറ്റലിയിലുണ്ടായ മാറ്റങ്ങളുമാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ടോപ്പിക്ക് ഹ്യൂമാനിസം, അതായത് മാനവികതയും അതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളും. ആദ്യ സമയത്ത്, മധ്യകാലഘട്ടത്തിൻ്റെ ആ ഒരു സമയത്ത് ആളുകൾ കൂടുതൽ വിശ്വസിക്കുന്നത് സഭയുടെ ആശയങ്ങളെയായിരുന്നു. ഈ ഒരു സിസ്റ്റത്തെ, ഈ ഒരു സമ്പ്രദായത്തെ സ്കോളാസിസ്റ്റിസം എന്ന് വിളിച്ചു. പിന്നീട് എന്ത് ചെയ്തു? നവോത്ഥാന കാലത്ത് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള, മനുഷ്യന് ഇമ്പോർട്ടൻസ് നൽകുന്ന ആശയങ്ങൾ വളർന്നു വന്നു. ഈ ആശയങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഹ്യൂമാനിസം. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ: ഒന്ന്, മനുഷ്യന് പ്രാധാന്യം നൽകി. ചിന്തിക്കാനും ചോദിക്കാനും എന്ത് ചെയ്തു? ആളുകൾ തുടങ്ങി. ശാസ്ത്രം, കല, സാഹിത്യം, ചരിത്രം എന്നിവയ്ക്ക് പ്രാധാന്യം ലഭിച്ചു. അന്ധവിശ്വാസങ്ങൾ എന്ത് ചെയ്തു? കുറയാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഗ്രീക്ക് ചിന്തകനായിരുന്നു അരിസ്റ്റോട്ടിൽ. അദ്ദേഹം പറയുന്നത് നിരീക്ഷണവും അനുഭവവും വഴി നമുക്ക് എന്ത് നേടാമെന്നാണ്? അറിവ് നേടാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും എന്ത് ചെയ്തു? നവോത്ഥാനത്തെ സ്വാധീനിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം അച്ചടി യന്ത്രം തന്നെയാണ്. അതായത് അച്ചടി യന്ത്രത്തിലൂടെ കൂടുതൽ പുസ്തകങ്ങൾ എന്ത് ചെയ്തു? ആളുകളിലേക്ക് പ്രചരിച്ചു. അറിവ് എന്ത് ചെയ്തു? കൂടുതൽ ആളുകളിലേക്ക് എന്ത് ചെയ്തു? എത്തി. വിദ്യാഭ്യാസം വളർന്നു. അപ്പോൾ മനുഷ്യൻ ശാസ്ത്രം, കല, ചിന്ത എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയ നവോത്ഥാന ആശയമാണ് ഹ്യൂമാനിസം, അതായത് മാനവികത. അപ്പം എന്തിനാണ് ഇത് ഇമ്പോർട്ടൻസ് നൽകുന്നത്? മനുഷ്യന്, ശാസ്ത്രത്തിന്, കലയ്ക്ക്, ചിന്തയ്ക്ക്. അടുത്ത ടോപ്പിക്ക് നവോത്ഥാന കല. അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളും കൊടുത്തിട്ടുള്ളത് മധ്യകാലത്ത് നവോത്ഥാന കാലത്തുള്ള പെയിൻറ്റിങ്സ് ആണ്. രണ്ടിലും പ്രമേയം ഒന്നാണ്, അത് പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്നാണ്, പക്ഷെ ചില വ്യത്യാസങ്ങളുണ്ട്. മധ്യകാലത്തെ ചിത്രങ്ങൾ കുറച്ചും കൂടി ആത്മീയത നിറഞ്ഞത്, അതായത് എന്തിന് ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ടായിരുന്നു? ആത്മീയതയ്ക്ക്, മതത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നവോത്ഥാന കലയിലെ ചിത്രങ്ങൾ ഗിവ് ഇമ്പോർട്ടൻസ്, എന്തിനാണ് ഇമ്പോർട്ടൻസ് നൽകിയത്? ആത്മീയതയേക്കാൾ ഉപരി ശരീരത്തിൻ്റെ സൗന്ദര്യത്തിന്, നിറങ്ങൾക്ക്, മനുഷ്യർക്കാണ് എന്ത് ചെയ്ത് കൂടുതൽ ഇമ്പോർട്ടൻസ്. നവോത്ഥാന കാലഘട്ടത്തെ ചിത്രങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മധ്യകാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ നവോത്ഥാന കാലഘട്ടത്തെ ചിത്രകലയിൽ എന്ത് ചെയ്തു? ചിത്രകാരന്മാർ കൊണ്ടുവന്നു. പെയിൻറ്റിങ്സ് ബിക്കേം മോർ റിയലിസ്റ്റിക്, ചിത്രങ്ങൾ കൂടുതൽ യാഥാർത്ഥ്യപരമായി മാറാൻ തുടങ്ങി. കൂടാതെ തന്നെ മനുഷ്യ ശരീര ഘടന പഠിച്ചു. ഈ ആർട്ടിസ്റ്റ് എന്ത് ചെയ്തു? ഹ്യൂമൻ ബോഡിയെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തി. നേച്ചർ വാസ് ഇൻക്ലൂഡിങ് ഇൻ പെയിൻറ്റിങ്സ്, പ്രകൃതി അല്ലെങ്കിൽ എന്താണ് ചിത്രങ്ങൾ, പ്രകൃതി എന്ത് ചെയ്തു? ചിത്രങ്ങളിൽ ഉൾപ്പെടുത്തി. ലൈറ്റ് ആൻഡ് ഷാഡോ വെർ യൂസ്ഡ്, വെളിച്ചവും നിഴലും എന്ത് ചെയ്തു? ചിത്രങ്ങളിൽ ഉപയോഗിച്ചു. ഹ്യൂമൻസ് എമോഷൻസ് വെർ ഷോ ക്ലിയർലി, മനുഷ്യരുടെ പലതരത്തിലുള്ള വികാരങ്ങൾ എന്ത് ചെയ്തു? ചിത്രീകരിച്ചു. കൂടാതെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് വെർ യൂസ്ഡ്, വിവിധ നിറങ്ങൾ ഉപയോഗിച്ച് എന്ത് ചിത്രത്തെ കുറച്ചും കൂടെ മോടി പിടിപ്പിച്ചു. ആർട്ടിസ്റ്റ് ട്രൈ ടു മേക്ക് പിക്ചേഴ്സ് ലുക്ക് എലൈവ്, അതായത് ചിത്രങ്ങൾ ജീവനുള്ളതുപോലെ തോന്നാൻ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ആക്കാൻ വേണ്ടി ചിത്രകാരന്മാർ ഒരുപാട് ശ്രമിച്ചു. ഇതാണ് നവോത്ഥാന കാലഘട്ടത്തിൽ ചിത്രങ്ങളുടെ പ്രത്യേകത. സൗന്ദര്യത്തിന് ഇമ്പോർട്ടൻസ് നൽകി കുറച്ചും കൂടി എന്താണ് മനുഷ്യന് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് പ്രകൃതിയെയും നിഴലിനെയും വെളിച്ചത്തെയും ഒക്കെ എന്ത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു. ഇനി അടുത്തത് നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചിത്രകാരന്മാരും ചിത്രരചനകളും അതിൻ്റെ പ്രത്യേകതകൾ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റത്തിൽ കൊടുത്തിട്ടുള്ളത് ചിത്രത്തിൻ്റെ പേര് ആങ്കണി ഇൻ ദി ഗാർഡൻ, പൂന്തോട്ടത്തിലെ വേദന. ഈ ഒരു ചിത്രം വരച്ചിട്ടുള്ളത് ചിത്രകാരനായ ജിയോവാനി ബെലനിയാണ്. അപ്പോൾ ഈ ചിത്രത്തിലെ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഒലിവുമലയിൽ പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവും അദ്ദേഹത്തിൻ്റെ കൂടെ എന്താണ് ശിഷ്യന്മാരെയും കാണാൻ സാധിക്കുന്നുണ്ട്. ദൂരെ പശ്ചാത്തലത്തിൽ എന്താണ് ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന റോമൻ സൈനികരെ കാണാൻ കഴിയും. ഇനി അടുത്തത് പ്രശസ്തമായിട്ടുള്ള ഒരു ഇരട്ട എണ്ണ ഛായാചിത്രമാണ്. ഈ ഒരു ചിത്രം വരച്ചിട്ടുള്ളത് പിയറോ ഡെല്ലെ ഫ്രാൻസെസ്കയാണ്. ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ പിയറോ ഡെല്ലെ ഫ്രാൻസെസ്കയുടെ പ്രശസ്തമായ ഇരട്ട എണ്ണ ഛായാചിത്രമായ ടിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡാ മോണ്ടെ ഫെൽഡ്രോയും ബാറ്റിസ്റ്റ സെഫോറാസയും. അതായത് എന്താണെന്ന് നോക്കാം. ഈ ടിപ്റ്റിക് എന്നാൽ രണ്ട് പാനലുകൾ ഒന്നിച്ചു ചേർത്ത് വെച്ച ചിത്രം. ഇതിൽ കാണപ്പെടുന്നത് ഒരു പ്രഭുവും അദ്ദേഹത്തിൻ്റെ വൈഫുമാണ്. ആ പ്രഭുവിൻ്റെ പേരാണ് ഫെഡറിക്കോ ഡാ മോണ്ടെ ഫെൽഡ്രോയും വൈഫിൻ്റെ നെയിമാണ് ബാറ്റിസ്റ്റ
സ്റ്റെഫോറാസയും. അടുത്തത് ലിയാൻഡോ ഡാവിഞ്ചിയും അദ്ദേഹത്തിന്റെ ലോക പ്രശസ്തമായിട്ടുള്ള ചിത്രങ്ങളാണ്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഡാവിഞ്ചിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്റെ ചിത്രങ്ങൾക്ക് ജീവൻ നൽകുന്നതിന് വേണ്ടി അദ്ദേഹം മനുഷ്യരുടെ ശരീരത്തെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തി. അപ്പോൾ ഫസ്റ്റ് ചിത്രമായിട്ടുള്ള അന്ത്യ അത്താഴം, അതായത് ലാസ്റ്റ് സപ്പറിന്റെ പ്രത്യേകതകൾ നോക്കാം. അപ്പോൾ ഈ ഒരു ചിത്രം ചിത്രത്തിൽ കാണിക്കുന്നത് തൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശു പറയുന്ന നിമിഷമാണിത്. അപ്പോൾ ഈ ഒരു സമയത്ത് ശിഷ്യന്മാരുടെ മുഖത്ത് വരുന്ന ഞെട്ടൽ, ഭയം, സങ്കടം ഒക്കെ ഡാവിഞ്ചി ഇവിടെ വരച്ചിട്ടുണ്ട്. മനുഷ്യവികാരങ്ങൾക്ക്, മനുഷ്യന്റെ പല എമോഷൻസ് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് ഡാവിഞ്ചി വരച്ച ചിത്രമാണ് അന്ത്യ അത്താഴം. അടുത്ത ചിത്രമാണ് മൊണാലിസ. അപ്പോൾ മൊണാലിസ എന്ന ചിത്രം നിഗൂഢമായ പുഞ്ചിരിക്ക് പേരുകേട്ടതാണ്. മൊണാലിസയുടെ ഈ നിഗൂഢമായ മുഖഭാവത്തിൽ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഡാവിഞ്ചി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കൂടാതെ തന്നെ ഇതിന് മൊണാലിസയ്ക്ക് ഒരു യഥാർത്ഥ രൂപം നൽകുന്നതിന് വേണ്ടി വെളിച്ചവും നിഴലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഈ ഒരു ചിത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്ത് ചെയ്തു, മൊണാലിസ എന്ന് പറയുന്ന ചിത്രത്തെ കൂടുതൽ എന്താക്കി മാറ്റി, മനോഹരമാക്കി മാറ്റി. ഇവരെ കൂടാതെ നവോത്ഥാന കാലഘട്ടങ്ങളിലെ പ്രധാനപ്പെട്ട ചിത്രകാരന്മാരാണ് മൈക്കൽ ആഞ്ചലോ, ടിഷ്യൻ ആൻഡ് റാഫേൽ. മൈക്കൽ ആഞ്ചലോയുടെ ചിത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ശക്തരും സൗന്ദര്യമുള്ള മനുഷ്യരുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മിക്ക ചിത്രങ്ങളുടെയും കേന്ദ്രബിന്ദു. അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ ഉദാഹരണങ്ങളാണ് വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകൾ തട്ടിൽ വരച്ച ചുമർ ചിത്രങ്ങളും അന്ത്യവിധിയും. നവോത്ഥാന കാലത്ത് ശ്രദ്ധ നേടിയ മറ്റു രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിത്രകാരരായിരുന്നു ടിഷ്യനും റാഫേലും. മനുഷ്യരെ വിവേകികളും മിതവാദികളും അന്തസ്സുമുള്ളവരായിട്ട് ആര് ചിത്രീകരിച്ചു, റാഫേൽ ചിത്രീകരിച്ചു. ഇവരുടെ ചിത്രങ്ങളിൽ ആശയങ്ങൾക്കോടൊപ്പം ആശയങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകുന്നതിനോടൊപ്പം സൗന്ദര്യത്തിനും ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടൻസ് നൽകി. ചിത്രകലകളിൽ മാത്രമല്ല ശില്പകലകളിലും ഈ ഒരു നവോത്ഥാന കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, ഒരുപാട് മാറ്റങ്ങൾ വന്നു. നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ശില്പിയായിരുന്നു ഡൊണാഡെല്ലോ. മധ്യകാല ഗോത്തിക് ശൈലിയിൽ നിന്നും ശില്പകലയെ മോചിപ്പിച്ച് അദ്ദേഹം തൻ്റെ ശില്പങ്ങൾക്ക് കൂടുതൽ ഊർജവും വ്യക്തിത്വവും നൽകി. അദ്ദേഹത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട ശില്പങ്ങളായിരുന്നു ദാവീദ്, ഗത്ത, മലാത്ത. ചിത്രത്തിൽ കാണിക്കുന്നത് വെങ്കലത്തിൽ തീർത്ത ദാവീദ് എന്ന കൗമാരക്കാരന്റെ ശില്പമാണ്. ഈ ഒരു ശില്പത്തിന്റെ പ്രത്യേകത ശരീരഭാരം മുഴുവൻ ഒരു കാലിൽ താങ്ങി നിൽക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ശില്പത്തിന് ഒരു യഥാർത്ഥ മനുഷ്യന്റെ സ്വാഭാവികത നൽകുന്നു. രണ്ടാമത്തത് ഗത്ത മലാത്ത, കുതിരപ്പുറത്തിരിക്കുന്ന യോദ്ധാവിന്റെ ശില്പമാണിത്. ഇത് പുരാതന റോമിലെ കുതിര പടയാളികളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒരു മതപരമായ രൂപത്തിന് പകരം ഒരു യഥാർത്ഥ വീരനെ പ്രശംസിക്കാനാണ് ഡൊണാഡെല്ലോ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ശില്പം നിർമ്മിച്ചിട്ടുള്ളത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ശില്പിയാണ് മൈക്കൽ ആഞ്ചലോ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശില്പങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ പിയാത്ത, രണ്ടാമത്തെ ദാവീദ്. മൈക്കൽ ആഞ്ചലോ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തെയും മറ്റ് പുണ്യപുരുഷന്മാരെയും വെറും പ്രതീകങ്ങളായി കാണിക്കാതെ അവര് ശക്തരായ ഒരു മനുഷ്യരൂപത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്ത് അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ രണ്ട് മാസ്റ്റർ പീസാണ് പിയാത്തയും രണ്ടാമത്തത് ദാവീദ്. ഇനി പിയാത്ത എന്ന ശില്പത്തിന്റെ പ്രത്യേകതകൾ നോക്കാം. കുരിശിൽ നിന്നും ഇറക്കിയ യേശുക്രിസ്തുവിന്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന മാതാവായ മറിയത്തിന്റെ ശില്പമാണിത്. കല്ലിൽ കൊത്തിയെടുത്ത അതിമനോഹരവും കൂടാതെ തന്നെ മാതാവിന്റെ ആ ഒരു വിഷമവും ഈ ശില്പത്തിലൂടെ കാണിക്കാൻ മൈക്കൽ ആഞ്ചലോ ശ്രമിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് മാർബിളിൽ തീർത്ത ലോക പ്രശസ്തനായ ദാവീദ് എന്ന വീരന്റെ ശില്പമാണ്. മനുഷ്യന്റെ കരുത്തും ധീരതയും കൂടാതെ ശരീരഭംഗിയും കാണിക്കുന്ന രീതിയിലാണ് മൈക്കൽ ആഞ്ചലോ ഈ ഒരു ശില്പം നിർമ്മിച്ചിട്ടുള്ളത്. ചിത്രകലയ്ക്കും ശില്പകലയ്ക്കും പുറമെ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മറ്റൊരു മേഖലയായിരുന്നു വാസ്തുവിദ്യ, അതായത് ആർക്കിടെക്ചർ മേഖല. ഈ ഒരു രംഗത്ത് പുതിയ ശൈലിക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് ഫിലിപ്പോ ബ്രൂനലെസ്കി. അദ്ദേഹം എന്ത് ചെയ്തു, മധ്യകാലത്തുണ്ടായിരുന്ന ഗോത്തിക് ശൈലിക്ക് പകരം പുരാതന ഗ്രീക്കോ റോമൻ ക്ലാസിക്കൽ ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഈ പുതിയ ശൈലിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് കെട്ടിടങ്ങൾക്ക് മുകളിലെ വലിയ താഴികക്കുടങ്ങളുടെ നിർമ്മാണമാണ്, അതായത് ഡോംസിന്റെ നിർമ്മാണം. ഈ പിക്ചറിൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും.
എന്ന് പറയുന്നത് ബ്രൂൺലെസ്കി രൂപകൽപ്പന ചെയ്ത താഴികക്കുട, അതായത് ബ്രൂൺലെസ്കി ഫ്ലോറൻസിലെ കത്തീഡ്രലിനായി രൂപകൽപ്പന ചെയ്ത പ്രശസ്തമായ താഴികക്കുടമാണ്. അതായത് നിങ്ങൾക്ക് കാണാൻ കഴിയും കുട പോലെയാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ മുകൾ ഭാഗം നിൽക്കുന്നത്. എന്നാൽ ഗോത്തിക് ശൈലിയിൽ എങ്ങനെയായിരുന്നു? ഉയർന്ന ഗോപുരങ്ങളായിരുന്നു. അപ്പോൾ ഗോത്തിക് ശൈലി ഉയർന്ന ഗോപുരങ്ങൾക്ക് പകരം നവോത്ഥാന കാലഘട്ടത്തിൽ എന്തുപയോഗിക്കും? താഴികക്കുടങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. മൈക്കൽ ആഞ്ചലോ, ബ്രഹ്മാന്തി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ റോമിൽ പണി കഴിപ്പിച്ച സെന്റ് പീറ്റേഴ്സ് ബസേലിക്കയിൽ ഈ ശൈലി എന്താണ് കൂടുതൽ വ്യക്തമായി നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് നവോത്ഥാന സാഹിത്യം, അതായത് റിനൈസൻസ് ലിറ്ററേച്ചർ. നവോത്ഥാന കാലഘട്ടത്തിൽ സാഹിത്യകാരന്മാർ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതേതര മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകി. അതായത് മനുഷ്യരുടെ വികാരങ്ങൾക്കും രാഷ്ട്രീയ ചിന്തകൾക്കും എന്ത് ചെയ്തു? ഇമ്പോർട്ടൻസ് നൽകി. പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന് സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ പോലും ലാറ്റിൻ ഭാഷയ്ക്ക് പകരം പ്രാദേശിക ഭാഷകളാണ് മിക്ക നവോത്ഥാന സാഹിത്യകാരന്മാരും തങ്ങളുടെ രചനകൾക്കായിട്ട് എന്ത് ചെയ്ത് ഉപയോഗിച്ചത്. നവോത്ഥാന കാലഘട്ടത്തിലെ ശ്രദ്ധേയനായ സാഹിത്യകാരനായിരുന്നു ദാന്തെ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഡിവൈൻ കോമഡി. ഈ ഒരു കവിതയുടെ പ്രമേയം എന്ന് പറയുന്നത് നരകം, ശുദ്ധീകരണ സ്ഥലം, സ്വർഗം എന്നിവയിലൂടെയുള്ള ദാന്തെയുടെ സാങ്കല്പിക തീർത്ഥാടനമാണ്. ഇത് കൂടാതെ തന്നെ മനുഷ്യ സഹജമായ വികാരങ്ങൾ, ദേശസ്നേഹം, പ്രകൃതിയോടുള്ള താല്പര്യം, ഇറ്റലിയുടെ ഐക്യത്തിനും സ്വാതന്ത്ര്യത്തിനുമുള്ള ആഗ്രഹം എന്നിവയും ഈ കൃതിയിൽ പ്രകടമാകുന്നുണ്ട്. നവോത്ഥാന കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സാഹിത്യകാരനായിരുന്നു പെട്രാക്ക. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നവോത്ഥാന കാലഘട്ടത്തിലെ മാനവികതയുടെ മുഖ്യ വക്താവായിരുന്നു. പ്രധാന കൃതി ലോറ. ലോറ എന്ന സ്ത്രീയെ അഭിസംബോധന ചെയ്ത് എഴുതിയ സവിശേഷ ശൈലിയിലുള്ള സൂക്ത, അതായത് പ്രേമഗീതങ്ങൾ. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, മറ്റു നവോത്ഥാന എഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തമായി ഇദ്ദേഹം എന്ത് ചെയ്തു? ലാറ്റിൻ ഭാഷയിൽ എഴുതാൻ കൂടുതൽ താല്പര്യം കാണിച്ചു. നവോത്ഥാന കാലഘട്ടത്തിലെ അടുത്ത പ്രധാനപ്പെട്ട സാഹിത്യകാരനായിരുന്നു നിക്കോളോ മാക്കിയവെല്ലി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയായിരുന്നു ദി പ്രിൻസ്. ഈ കൃതിയിലൂടെ മാക്കിയവെല്ലി തൻ്റെ രാഷ്ട്രീയ ചിന്തകളെയാണ് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാജാവിൻ്റെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ അധികാരവും സുരക്ഷയും നിലനിർത്തുക. കൂടാതെ തന്നെ മനുഷ്യരുടെ സ്വഭാവത്തെ പറ്റിയും അദ്ദേഹം തൻ്റെ കൃതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യർ പൊതുവെ എന്താണ്? സ്വാർത്ഥരും അധികാരത്തോടും സമ്പത്തിനോടും മോഹമുള്ളവരുമാണെന്ന് മാക്കിയവെല്ലി വിശ്വസിച്ചു. പിന്നെ അദ്ദേഹം പറയുന്നത് ഒരു ഭരണാധികാരി എപ്പോഴും എന്തായിരിക്കണം? നിഷ്പക്ഷനായിരിക്കണമെന്ന്. അതായത് തൻ്റെ പ്രജകളെ എല്ലാവരും ഒരുപോലെ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. ആരോടൊരു പക്ഷാഭേദം കാണിക്കരുത്. കൂടാതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് തൻ്റെ കൃതികളിലൂടെ മധ്യകാലത്തെ ഫ്യൂഡൽ ഭരണാധികാരികളിൽ നിന്നും വ്യത്യസ്തനായ ഒരു ഭരണാധികാരിയാണ് മാക്കിയവെല്ലി എന്ത് ചെയ്തിട്ടുള്ളത്? ചിത്രീകരിച്ചിട്ട് ഉള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. കൂടാതെ തന്നെ ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.